അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് മാസത്തിൽ ഉംറക്ക് ഇഹ്റാം കെട്ടിയും കൊണ്ട് മക്കയിലേക്ക് വന്നതായ ഹാജിയുടെ പേരാണ് മുത്തമത്തിയായിട്ട് ഇഹ്റാം കെട്ടിയ എന്ന പേര്. ആ പേരുള്ള വ്യക്തി ആ വർഷത്തിൽ തന്നെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, നാട്ടിലേക്ക് മടങ്ങി പോകുന്നില്ലെങ്കിൽ, അഥവാ ഹജ്ജിന് മുമ്പ് നാട്ടിലേക്ക് മടങ്ങി പോകുന്നില്ലെങ്കിൽ നിർബന്ധമായ അറവ് അവന് കൊടുക്കേണ്ടതാണ്. ഈ അള്ളാഹുവിന് മാത്രം അറുത്ത് പരിചയമില്ലാത്തതായ പലർക്കും ആ അറവ് അറുത്ത് കൊടുക്കുന്നതിൽ വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് അറവിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി അവർ മക്കയിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു തൊട്ട മീഖാത്തിലേക്ക് പോയിട്ട് ഇനി എനിക്ക് മടങ്ങിപ്പോയാൽ അറുത്ത് കൊടുക്കേണ്ടതില്ല എന്ന തത്വം പുലർത്തുന്നവർ കേരളത്തിൽ നിന്നിട്ട് വരുന്നവരിൽ കാണാം. മറ്റു നാട്ടുകാരിൽ അങ്ങനെ കാണുന്നതല്ല. അത് അധികവും അങ്ങനെ നാം കാണാറുള്ളത് കേരളീയരിലാണ്. കേരളീയരിൽ ഉള്ളതായ അറിവില്ലാത്തവർ അത് പലപ്പോഴും അതിന് പ്രേരിപ്പിച്ചത് അവരുടെ നേതൃത്വം വഹിക്കുന്ന വിഭാഗം അള്ളാഹ്ക്ക് മാത്രം അറുത്ത് കൊടുക്കുന്നതിനുള്ള എലർജി കാരണത്താലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന് മാത്രം അറുത്ത് കൊടുക്കുക, അതും പുണ്യഭൂമിയിൽ അറുത്ത് കൊടുക്കുക, അതും ഇബ്രാഹിം ചെയ്തതുപോലെ അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സ് ജീവിച്ച റസൂൽ 63ഓളം വട്ടം അവരുടെ തൃക്കൈ കൊണ്ട് അറുത്തു. 63 ഇത് അവരുടെ തൃക്കൈ കൊണ്ട് അറുത്തു. ബാക്കിയുള്ള അതിൻ്റെ പരിപൂർണത അവർ മറ്റു സഹാബാക്കളെ കൊണ്ട് അർപ്പിച്ചു എന്നൊക്കെ നമുക്ക് നബി ചെയ്തതായ ഹജ്ജത്തുൽ വദാഇൽ കാണാം. അത്രയും പ്രാധാന്യമാണ് ഹജ്ജിൽ അറവിനുള്ളത്. അത് ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്നതായ ചിന്താഗതി അത് വാസ്തവത്തിൽ പൈശാചിക ചിന്താഗതിയാണ്. അത് യഥാർത്ഥത്തിൽ നാം വിട്ടു നിൽക്കാൻ വേണ്ടി പാടുപെടേണ്ടതും അള്ളാഹുവിനെ അറവിലൂടെ പ്രീതിപ്പെടുത്താൻ വേണ്ടി റസൂൽ കാട്ടിയതുപോലെ, സഹാബാക്കൾ കാട്ടിയതുപോലെ, നമ്മുടെ മദ്ഹബിലെ ഇമാമിങ്ങൾ ചെയ്ത് പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് മാസത്തിൽ മുത്തമത്തിയായിട്ട് ഇഹ്റാം കെട്ടി വന്ന, അഥവാ ഹജ്ജ് മാസത്തിൽ ഉംറക്ക് വേണ്ടി ഇഹ്റാം കെട്ടി എന്നിട്ട് മക്കയിൽ തന്നെ തങ്ങി അതേ വർഷത്തിൽ ഹജ്ജ് ചെയ്യുന്ന ആൾക്കാണ് മുത്തമത്തി എന്ന് പറയുക. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് ഒരാട് അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ 7 ഭാഗം അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ 7 ഭാഗം നിർബന്ധമായിട്ട് കൊടുക്കൽ അനിവാര്യമാണ് അങ്ങനെയുള്ള ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. അത് ഒന്നിരിക്കലോ അറക്കാനുള്ള സാധനം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കാശ് ഇല്ലാത്തത് കൊണ്ടോ സാധിച്ചില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ മാതിരി 3 നോമ്പ് മക്കയിൽ വെച്ചിട്ട് നോക്കേണ്ടതാണ്, 7 നോമ്പ് നാട്ടിൽ പോയിട്ട് നോക്കേണ്ടതാണ്. ഇതല്ലാതെ വേറെ വിധി അതിനില്ല. ഈ വിഷയം അങ്ങനെ തന്നെ ഗൗരവത്തോടു കൂടി ഹാജിമാർ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി